മറായി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പറമ്പിലെ നല്ല മുളക് പറിച്ചെടുക്കുന്നതാണ്. കണ്ടോ, നല്ല മുളകിൻ്റെ വലിപ്പം കണ്ടോ. ഇത് യാത് ഇനമാണെന്നുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായിരുന്നാലും നല്ല സൂപ്പറാണ്. അതുകൊണ്ട് അങ്ങറ്റം വരെ കിടപ്പുണ്ട്. ഇത് മഹാണിയിൽ പിടിച്ച് കിടക്കുന്നു. മഹാണിയുടെ വലിപ്പം കണ്ടോ. മഹാണിയുടെ വലിപ്പം. ഈ മഹാണിയുടെ മൂട്ടിൽ നിന്ന് അങ്ങ് കിടപ്പുണ്ട് മുകളറ്റം വരെ. ഇത് അടത്തെടുക്കാനാണ് പാട്. വലിയ ഏണിയൊക്കെ ഇട്ടാണ് നമ്മൾ അടത്തെടുക്കണം. കണ്ടോ ഏണിയുടെ വലിപ്പം കണ്ടോ, നീളം ഭയങ്കരപ്പെട്ട ഏണിയ. പിന്നെ ഇതിനെ കൃഷി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2-3 മൂടുണ്ട് ഇവിടെ. ഇതാ അവിടെ ഒരു മൂടുണ്ട്, അതാ നിൽപ്പുണ്ട്. ഇവിടെ ഒരു മൂടുണ്ട്, കണ്ടല്ലേ പറമ്പിൽ. ഇതാ ഇവിടെ ഒരു മൂടുണ്ട്, പക്ഷെ അത് അത്ര വലുതല്ല. ഇതാ കണ്ട, അത് അത്ര വലുതല്ല. പക്ഷെ താര അതും വലിയ താരാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു മൂട് കിടപ്പുണ്ട്, അത് വലിയ മൂടാണ്. ഇതും താര് വലുതാണ്. കണ്ട, ഇത് വൈഫിൻ്റെ പറമ്പിലുള്ളതാണ്. അത് അങ്ങറ്റം കിടപ്പുണ്ട്. കണ്ടോ വലിയ താര കണ്ടോ. ഇത് വലിയ മണിയാണ്. ഇതിൻ്റെ മണി ഇത് നാടനാണ് സംഭവം. നാടനായതുകൊണ്ടായിരിക്കും. പക്ഷേ ഇത് നല്ല കായ്ക്കണമെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് നമ്മൾ ശകലം ചാണകപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ചെറിയ ഉപ്പ് ചെറുതായിട്ട്. പക്ഷെ ഉപ്പ് കൂടാൻ പാടില്ല, ചെറുതായിട്ട് ഇടാവും ഉപ്പ്. അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി അതും കുഴപ്പമാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എല്ലാ വർഷവും ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ചാണകപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല കായ്ക്കുന്നത്. ഇനി അങ്ങോട്ടും 2-3 മൂടുകളുണ്ട് പിച്ചെടുക്കാൻ വേണ്ടി. ഇത് മൂട്ടിൽ നിന്ന് ഇങ്ങനെ കാച്ച് നിൽക്കുക, കണ്ടോ, മൂട്ടിൽ നിന്ന് കാച്ച് നിൽക്കുക. പക്ഷേ നല്ല വിളവ് നമ്മൾ കൃഷിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. പിന്നെ കുറ്റി നല്ല വിളവിൽ ഇത്രയൊന്നും കായ്ക്കത്തില്ല ഈ ഒരു ബ്ലോക്കിലുള്ളത്. ഇത് നാടൻ നല്ല വിളവായതുകൊണ്ടാണ് താഴെ നിന്ന് അങ്ങറ്റം വരെ കായ്ക്കും, കണ്ടോ. പക്ഷേ ഇതിൻ്റെ മണികളൊക്കെ ഭയങ്കര വലുതാണ്. അതാണ് ഞാൻ നോക്കുന്നത്. ഇതുണ്ട് മണികൾ നല്ല സൈസ് മണിയാണ്. ഉണ്ട്, ഇതൊക്കെ നല്ല രസമുണ്ട്. കിടക്കുന്ന നോക്കി, നല്ല കാണാൻ നല്ല രസമാണ്. ഇതൊക്കെ നമ്മൾ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കി സൂക്ഷിച്ച് ടിന്നിലൊക്കെ അടച്ചു വെച്ചാൽ പൊടിക്കുമ്പോൾ തന്നെ ഒരു മണം വരും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങും പോലെ അല്ല. കടയിൽ പൊടിച്ചൊക്കെ വെച്ചിരിക്കുന്നതൊന്നും കൊള്ളത്തില്ല. അത് നല്ല വിളവെന്ന് പറയാനേ പറ്റത്തില്ല. കണ്ടോ, ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ താരൻ്റെ. നല്ല ഇത് പാലക്കാടൻ എന്നാണ് തോന്നുന്നത്. എന്തിനാ ഒരു ടൈപ്പ് എന്ന് പറയുന്നതായിട്ട് നമുക്ക് അത്ര പിടിയില്ല. പക്ഷേ ഐറ്റം നല്ല ഐറ്റമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത് ഇതേപോലെ കുറേ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതേപോലെ തന്നെ നല്ല വളവുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.